എല്ലാവർക്കും നമസ്കാരം. പാചകത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അയല കൊണ്ടുള്ള നല്ലൊരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ മീനാണുള്ളത്. മീഡിയം സൈസുള്ള ഒരു 12 മീനുണ്ടാവും. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു മസാല തേച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഒരുമിച്ചാക്കി അല്പം വെള്ളം കൂടി ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇത് മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കുക. എണ്ണ ചൂടായി വന്നാൽ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കാം. ഒരു വശം നന്നായി മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശം മുരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. ആദ്യം തന്നെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 10 എണ്ണത്തോളം പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അധികം പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തരിതരിപ്പായിട്ട് വേണം എടുക്കാൻ. പിന്നെ 2 വലിയ തക്കാളി അരിഞ്ഞെടുക്കണം. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. ഇനി ഇവിടെ 3 വലിയ സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രഷർ കുക്കർ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സവാള വഴറ്റിയെടുക്കാനുള്ള ഒരു സമയം ലാഭിക്കുക. 2.5 ലിറ്ററിൻ്റെ ഒരു കുക്കറിലേക്കാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. സവാള ഇവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കാനുണ്ട്. വറുത്തെടുക്കാനായിട്ട് 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരേ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അധികം കട്ടി കൂടിപ്പോകാനും പാടില്ല, തീരെ കനം കുറഞ്ഞു പോകാനും പാടില്ല. വറുക്കാനായിട്ട് ഇവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഒരു മിതമായിട്ടുള്ള ചൂടാണ് ഈ എണ്ണയ്ക്കുള്ളത്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് കുറച്ച് കൂടിയ ചൂടിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. ഈ ഒരു കളറായാൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറും. ഇനി അധികം കളർ മാറുന്നതിന് മുമ്പ് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാലും ഈ സവാളയിലുള്ള ചൂട് കൊണ്ട് അത് പുറത്തിരുന്ന് ഒന്നുകൂടി മൂത്ത് വരും. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും വെന്ത് വന്നിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് വയ്ക്കുക. സവാള വറുത്ത എണ്ണയിൽ നിന്നും കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഇപ്പോൾ ഈ പാത്രത്തിലുള്ളത്. ഒരു 2 പിടി അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒരു ഗോൾഡൻ നിറം വന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അണ്ടിപ്പരിപ്പ് വറുക്കുന്ന സമയത്ത് എണ്ണയുടെ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അധികമായിട്ടുള്ള എണ്ണ മാറ്റിയ ശേഷം ബാക്കി മസാല ചെയ്യാനുള്ള എണ്ണയിൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നത്. ഇതിന് കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുതിരയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിടി ഉണക്കമുതിരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വീർത്ത് വരുന്ന സമയത്ത് ഇത് രണ്ടും എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇനി എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പു, 4-5 ഏലക്ക ചതച്ചത്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സ്പൈസസ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമുളക് മാറി വരുന്നത് വരെ ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർക്കുന്നതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർത്താൽ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും. ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ ഇവിടെ തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം.
അധികം മസാലപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇത് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് 2 നുള്ള് ഉലുവാപ്പൊടി ഇത്രയും ചേർക്കുന്നുണ്ട്. ഇത് അല്പസമയം നമുക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വേവിച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയും ഈ മസാലകളൊക്കെ ഒന്ന് യോജിച്ച് വരാനായിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ സവാളയിൽ അധികമായിട്ടുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഒരു വലിയ പിടി മല്ലിയിലയും ഒരല്പം പുതിനയിലയും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് സാവധാനം യോജിപ്പിച്ചെടുക്കാം. മീനൊന്നും പൊടിഞ്ഞു പോകാതെ സാവധാനം ഇളക്കി കൊടുക്കാം. ഇനി ഒരു അല്പസമയം ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റും കൂടി മൂടി വെച്ച് വേവിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ഫിഷ് മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. 4 കപ്പ് ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത്. ബസുമതി അരിക്ക് പകരം ജീരകശാല അരി ചേർത്ത് നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഈ കാണുന്ന സ്റ്റാർച്ചിൻ്റെ അംശമൊക്കെ നന്നായിട്ട് മാറി വെള്ളം നല്ല ക്ലിയർ ആയി വരുന്നത് വരെ ഒരു 3-4 തവണ കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഇത് കുതിർത്തിയെടുക്കണം. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് ബിരിയാണി പോട്ടിലേക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതോടൊപ്പം 2 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 4-5 ഏലക്ക ചതച്ചത്, 2-3 ഗ്രാമ്പു, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു കറുകയില ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 7 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ചേർക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം ഇതുപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയാൽ ഇതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. എന്നിട്ട് കഴുകി വാരി വെച്ചിട്ടുള്ള അരിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കരുത്, മൂടി വയ്ക്കാനും പാടില്ല. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇങ്ങനെ ഇത് തിളച്ച് ഇപ്പോൾ കണ്ടോ വെള്ളവും അരിയും ഒരേ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ചൂടിൽ ഈ വെള്ളം മുഴുവൻ വറ്റുന്നവരെ വേവിച്ചെടുക്കുക. ഏകദേശം 8 മിനിറ്റാണ് നമുക്ക് വേണ്ടി വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇവിടെ റൈസ് പാകത്തിന് വെന്ത് ഒട്ടും കുഴഞ്ഞു പോകാത്ത പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ദം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. റൈസിൻ്റെ 1/2 ഭാഗം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല തൂവി കൊടുക്കാം. പിന്നെ കുറച്ച് വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി തൂവി കൊടുക്കാം. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവാപ്പൊടി ചേർക്കുന്നത്. ഉലുവാപ്പൊടി കൂടിപ്പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അല്പം മല്ലിയില പുതിനയിലയും തൂവി കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കുറേശ്ശായിട്ട് വിതറി കൊടുക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫിഷ് മസാലയിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് മാറ്റി വെച്ചിട്ടുള്ള റൈസിൻ്റെ പകുതി നിരത്തി കൊടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഗരം മസാല, ഉലുവാപ്പൊടി, സവാള വറുത്തത്, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, മല്ലിയില പുതിനയില, ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ഫിഷ് മസാല മുഴുവൻ ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള റൈസ് മുഴുവൻ ലെയർ ചെയ്യാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ ചേർക്കുന്നത് ഈ ബിരിയാണി റൈസ് നല്ല സോഫ്റ്റായി കിട്ടാനും ബിരിയാണിയുടെ രുചി ഒന്നുകൂടി കൂട്ടാനായിട്ട് 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മുകളിലായിട്ട് ഗരം മസാല, ഉലുവാപ്പൊടി, സവാള വറുത്തത്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇതൊക്കെ ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ചൂടിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഈ ബിരിയാണി വിളമ്പാം. അയലയ്ക്ക് പകരം ദശക്കട്ടിയുള്ള ഏത് മീനും നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കും വീട്ടിലുള്ളവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും അറിയിക്കണം.
ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.